പുതിയ വഴിത്തിരിവ്. എണ്ണ, പെട്രോളിയം വ്യാപാരം തുടങ്ങിയ ഊർജ്ജ മേഖലയിൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും കാനഡയും പ്രതിജ്ഞയെടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ ബന്ധം റഷ്യയ്ക്കൊരു തിരിച്ചടിയാകുമെന്നാണ് ചില നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. നയതന്ത്രപരമായ ശാന്തതയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കുന്നതോടെ എണ്ണ, വാതക വ്യാപാരം വിപുലീകരിക്കാൻ കാനഡയും ഇന്ത്യയും പ്രതിജ്ഞയെടുക്കും. കനേഡിയൻ ഊർജ്ജ മന്ത്രി ടിം ഹോഡ്സണും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് ഒട്ടാവ ഇന്ത്യയിലേക്ക് കൂടുതൽ അസംസ്കൃത എണ്ണ, ദ്രവീകൃത പ്രകൃതിവാതകം, ദ്രവീകൃത പെട്രോളിയം വാതകം എന്നിവ കയറ്റുമതി ചെയ്യുമെന്നും ന്യൂഡൽഹി കാനഡയിലേക്ക് കൂടുതൽ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അയക്കുമെന്നും ബ്ലൂംബെർഗ് ന്യൂസ് കണ്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ചൊവ്വാഴ്ച ഗോവയിൽ നടക്കുന്ന ഇന്ത്യ എനർജി വീക്കിൽ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും. ഈ പരിപാടി ഉപയോഗിച്ച് ഒരു മന്ത്രിതല ഊർജ്ജ സംഭാഷണം പുനരാരംഭിക്കും. ഒരു കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണത്തിനുള്ള പ്രധാന ചാനലായിരുന്നു ഈ സംവിധാനം. കനേഡിയൻ സിഖ് പ്രവർത്തകന്റെ കൊലപാതകത്തെ ചൊല്ലിയുള്ള സ്ഫോടനാത്മകമായ തർക്കത്തെ തുടർന്ന് നിർജ്ജീവമായി. യുഎസുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് കാനഡയുടെ കയറ്റുമതി വിപണികളെ വൈവിധ്യവൽക്കരിക്കാനുള്ള പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രധാന ശ്രമങ്ങളിലൊന്നാണ് പുതുക്കിയ ഈ നീക്കം. പ്രധാന ഏഷ്യൻ പങ്കാളികളുമായുള്ള പ്രായോഗികവും സാമ്പത്തിക അധിഷ്ഠിതവുമായ നയതന്ത്രങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ മാറ്റത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഹൈഡ്രജൻ, ജൈവ ഇന്ധനങ്ങൾ, ബാറ്ററി സംഭരണം, നിർണായക ധാതുക്കൾ, വൈദ്യുത സംവിധാനങ്ങൾ, ഊർജ്ജ വ്യവസായത്തിൽ കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം എന്നിവയുൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം പര്യവേക്ഷണം ചെയ്യുന്നതിനും പരസ്പരം ഊർജ്ജ മേഖലയിൽ കൂടുതൽ പരസ്പര നിക്ഷേപം സാധ്യമാക്കുന്നതിനും ഹോഡ്സണും പുരിയും പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. സംഭാഷണത്തിന്റെ പുനരാരംഭം സൂചിപ്പിക്കുന്നത് ഇരു സർക്കാരുകളും ഉപയോഗിക്കാത്ത സാധ്യതകൾ തന്ത്രപരമായ മൂല്യം കാണുന്നുവെന്നാണ്. അത് വഴിതെറ്റാൻ അവശേഷിക്കുന്ന ഒരു ഊർജ്ജ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി കാർണി വരും ആഴ്ചകളിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ നവംബറിൽ അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുനരാരംഭിച്ചു. കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഇരുവശങ്ങളിലുമുള്ള ചരക്ക് വ്യാപാരം 2024 13.3 ബില്യൺ കനേഡിയൻ ഡോളറിലെത്തി. ഒട്ടാവ വളരാൻ കൂടുതൽ ഇടം കാണുന്നു, പ്രത്യേകിച്ച് ഊർജ്ജത്തിൽ. കാനഡയുടെ നിർണായക ധാതു കയറ്റുമതിയുടെ 1% മാത്രമാണ് ഇന്ത്യയുടേത്. ഈ വിടവ് അവസരത്തിന്റെ വ്യാപ്തിയെ അടിവരയിടുന്നുവെന്ന് സർക്കാർ പറയുന്നു. 2025 ജൂൺ മുതൽ കാനഡ ഏഷ്യയിലേക്ക് LNG കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. കൂടാതെ അതിന്റെ LPG ടെർമിനലുകൾക്ക് ഇന്ത്യയിലേക്കുള്ള താരതമ്യേന ചെറിയ ഷിപ്പിംഗ് റൂട്ടുകളാണ് ഉള്ളത്. ട്രാൻസ് മൗണ്ടൻ പൈപ്പ് ലൈനിന്റെ വികസനം ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് നേരിട്ടുള്ള പാത തുറന്നിട്ടുണ്ടെങ്കിലും അവിടെ പോകുന്ന മിക്ക കനേഡിയൻ ബാരലുകളും ഇപ്പോഴും US ഗൾഫ് തീരം വഴിയാണ് സഞ്ചരിക്കുന്നത്. ഈ വർഷം അവസാനം കാർണി ഇന്ത്യ സന്ദർശിക്കുന്നത് ബീജിംഗിലേക്കുള്ള അദ്ദേഹത്തിന്റെ സമീപകാല യാത്രയ്ക്ക് ശേഷമാണ്. അവിടെ അദ്ദേഹവും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും താരിഫ് തടസ്സങ്ങൾ കുറയ്ക്കാൻ സമ്മതിച്ചു. ഒട്ടാവ ചൈനയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടാൽ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ച ഒരു നീക്കമാണിത്. ഏഷ്യൻ ഭീമനായ കനേഡിയനുമായി കാനഡ സ്വതന്ത്ര വ്യാപാര കരാർ തേടുന്നില്ലെന്ന് കാർണി ഊന്നി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ പുതിയ വ്യാപാര പാതകൾ തേടി മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല പല രാജ്യങ്ങൾക്കും വേണ്ടി ഇന്ത്യൻ വ്യാപാരത്തിന് വാതിലുകൾ തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.